നമസ്കാരം. ഇത് ദുബൈയാണ്. ഈ ദുബായ് എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, വലിയൊരു മോഹമാണ്, വലിയൊരു അംബീഷനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, നല്ല പൈസ കിട്ടുന്നതാണ് ദുബായ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കര സംഭവം പോലെ അല്ല, അങ്ങനെ എല്ലാന്നല്ല, അതല്ലാത്തൊരു ജീവിതവും അതല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇവിടെ. എന്താ വെച്ചാൽ നമ്മളെ ഈ ലേബർ കാറ്റഗറിയിൽ കഴിയുന്ന ആൾക്കാർ ചെറിയ ശമ്പളം കൊണ്ട് ചെറിയ ജോലി അത്ര വിദ്യാഭ്യാസത്തിലാണ് നാട്ടിൽ കയറി വരുന്ന ആൾക്കാരുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് അവർ ലേബർ ക്യാമ്പിൽ അവരുടെ ഒരു ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡെസേർട്ട് പോലത്തെ സ്ഥലത്തൊക്കെ ചെറിയൊരു റൂമിൽ ഒരു 5-10 ആൾക്കാരൊക്കെ ഉണ്ടാവുക. എന്നിട്ട് അങ്ങനെ ജീവിക്കുക. അവർക്ക് രാവിലെ നേരത്തെ വെച്ച് ജോലിക്ക് 5 മണി 6 മണി കഴിഞ്ഞ് ജോലിക്ക് പോവുക, ടിഫിൻ ബോക്സ് എടുക്കുക, ഉച്ചക്കൽക്കുള്ള ഭക്ഷണത്തിന് വൈകുന്നേരം വരിക, കുളിക്കുക, കിടന്നുറങ്ങുക. ഇങ്ങനെ ഒരു ലോകത്ത് കഴിയുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാർ ഇവിടെ അവരെ സംബന്ധിച്ച് നമ്മൾ ഈ ആൾക്കാർ നാട്ടിലോട് പറയുന്ന ദുബായ്ക്കാരൻ എന്ന് പറയുന്ന ആ ദുബായ്ക്കാരൻ അത്ര തന്നെ സന്തോഷകരമായിട്ടുള്ള ദുബായ്ക്കാരനല്ല എന്ന് രൂപപ്പെടുത്തലാണ്. അല്ലാത്തവരുണ്ട് ദുബായിൽ നല്ല എൻജോയ് അടിച്ച് പൊളിച്ച് നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. ഞാൻ ആദ്യം പറഞ്ഞ ആ വിഭാഗത്തിലും രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിലും പെട്ട ഒരു രണ്ടിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയ ഒരാളെന്നുള്ള നിലയ്ക്ക് രണ്ടിൻ്റെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്യാം. ഒരു 30 വർഷം മുമ്പേ ഞാൻ ഈ പ്രവാസ ലോകത്ത് ദുബൈയിൽ വന്ന കാലത്ത്, അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ബാർ ദുബായിൽ ഒരു പഴയ കെട്ടിടത്തിൽ ഒരു ചെറിയ പഴയ റൂമിലാണ് താമസിക്കുന്നത്. 5 പേരുണ്ട്, അല്ല 8 പേരുണ്ട് റൂമിൽ. 5 പേർക്കുള്ള ബെഡ് അവിടെ ഉണ്ട്, ബാക്കി 3 പേര് താഴത്താണ്. അപ്പോൾ എങ്ങനെ താഴത്ത് എടുക്കുക വെച്ചാൽ അവിടെ വലിയ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാരുണ്ട്, റെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഡിഫൻസിലുള്ള ആൾക്കാരുണ്ട്. കാലഘട്ടം കുറേ മുമ്പാട്ടോ. അപ്പോൾ അവർ രാത്രി ജോലി കഴിഞ്ഞ് വന്നിങ്ങനെ ഇരിക്കും, ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കും, ടി വി ഓൺ ചെയ്തിട്ട് എപ്പോഴാണ് അവർക്ക് ടി വി ഓഫ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ ടി വി ഓഫ് ചെയ്താൽ, ലൈറ്റ് ഓഫ് ചെയ്താൽ അപ്പോൾ നമ്മൾ കിടക്കും. രാവിലെ നമ്മൾ നീറ്റലും എൻ്റെയൊക്കെ സീറ്റ് താഴെ ഉണ്ടാവും. 5 ബെഡ്, 5 വലിയ ആൾക്കാർ. ഞാനൊക്കെ എൻ്റെ ബന്ധു ആയതുകൊണ്ട് ആ ബന്ധുവിൻ്റെ റൂമിൽ ഫ്രീ ആയിട്ട് താഴെ കിടക്കണം, തറയിൽ മീൻസ് ബെഡ് വിരിച്ചിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ നീറ്റാലും നമുക്ക് ഉണർന്നാലും കണ്ണുറന്നിട്ട് പിന്നാട് എടുക്കുക. കാരണം എണീറ്റാൽ അവർക്ക് എണീറ്റ് രാവിലെ ജോലിക്ക് പോകേണ്ട ആൾക്കാരില്ല. അപ്പോൾ അവർ എണീറ്റ് അവർ ബാത്റൂമിൽ പോയി, നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല, കാരണം അവരുടെ സമയമാണ്. അവർ ബാത്റൂമിൽ പോയിട്ട് അവർ ജോലിക്കൊക്കെ പോയിട്ട് എല്ലാവരും പോയി ഫ്രീ ആയാലും മാത്രം നമുക്ക് ബാത്റൂമിൽ പോയി വരാൻ പറ്റും. അഥവാ ഞങ്ങളൊക്കെ പുറത്താണെങ്കിൽ രാത്രി അങ്ങനെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ രാത്രി വൈകി വന്നാൽ ഡോറ് മെല്ലെ തുറന്ന് ശബ്ദമില്ലാക്കാണ്ട് മെല്ലെ കീറി ചുരുണ്ടുകൂടി കിടക്കണം. കാരണം അവർ നേതാക്കന്മാരാണ്, നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞൊരു കാലഘട്ടമുണ്ട്. അതിന് ശേഷം പിന്നെ ജോലി കിട്ടിയിട്ടും എന്താ പറയുക, അൽക്കൂസിലെ ഒരു ലേബർ ക്യാമ്പിൽ ആണ് ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അൽക്കൂസിൽ എന്ന് പറഞ്ഞ സ്ഥലം ഇന്നത്തെ അൽക്കൂസിലല്ല. അന്ന് അൽക്കൂസിൽ പോകണമെങ്കിൽ ബസ്സും കാറും ഒന്നുമില്ല, ടാക്സി ഉണ്ട്, പച്ചകളുടെ പാകിസ്ഥാനിലെ ടാക്സി ഉണ്ട്. അത് ബാർ ദുബായ് നമ്മുടെ പിന്നെ പ്ലാസ തിയേറ്റർ ഉണ്ട്, അതിന് മുമ്പിൽ ടാക്സിനെ നിർത്തിയിടും പച്ചകൾ. അത് തുറന്നിട്ട് ഇങ്ങനെ നിൽക്കും, അൽക്കൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ അൽക്കൂസ് പോകുന്ന ആൾക്കാരെ കയ്യിൽ കയറിയിട്ട് 5 ആളായി കഴിഞ്ഞാൽ ഒരു പോക്കാണ് പച്ച. ആ പച്ചയുടെ പോക്കെന്ന് പറഞ്ഞാൽ റോക്കറ്റ് വിട്ട പോലത്തെ ഒരു പോക്കാണ്. 4 ഗ്ലാസും തുറന്നു വിട്ടിട്ട് 100 രൂപയിൽ ഇങ്ങനെ പറക്കുക അൽക്കൂസ്. കാറ്റാണെങ്കിൽ കാറ്റ്, മഴയാണെങ്കിൽ മഴ, ചൂടാണെങ്കിൽ ചൂട്. ഇതെല്ലാം കൊണ്ട് നമ്മൾ ആ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് അവസാനം അൽക്കൂസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വലിയൊരു മരമുണ്ട്, ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ്. അതാണ് സ്റ്റേഷൻ, അതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതിനപ്പുറത്തേക്ക് ബസ്സും കാറൊന്നുമില്ല. അവിടെ ഇറങ്ങിയിട്ട് നമ്മളെ ക്യാമ്പിലേക്ക് ഇങ്ങനെ നടന്ന് പോകണം. മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണം. ഈ നടന്നു പോകുന്ന വഴിയിൽ ഒരു ടെലിഫോൺ വേറെ ഒന്നുമില്ല. അവസാനം നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറേ പാവപ്പെട്ട ജനങ്ങളിങ്ങനെ ഈ പറഞ്ഞ ലേബർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എടുക്കുക, നമ്മൾ റൂമിൽ താമസിക്കുക. അതോടെ അങ്ങനെ അൽക്കൂസ് ക്യാമ്പിൽ ലോകത്തെ ഒന്നും അറിയാതെ എപ്പോഴാണ് ലോകം അറിയാമെന്നറിയോ, എപ്പോഴാണ് ലോകത്തിനെ പറ്റി അറിയാമെന്നറിയോ, വെള്ളിയാഴ്ച മാത്രം. ജോലിയൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ കമ്പനിയുടെ വണ്ടി വരും. ഒരു പിക്കപ്പാണ്, വലിയ പിക്കപ്പാണ്. ആ വണ്ടിയിൽ നമുക്ക് ബജാറിൽ പോകാനുള്ള അനുമതിയുണ്ട്, ഒരു ഡ്രൈവറുണ്ട്. അപ്പോൾ ഞാനൊരു ഓഫീസ് സ്റ്റാഫ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ 2 സീറ്റിൽ ഒതുങ്ങി പോകും, ബാക്കി എല്ലാവർക്കും ബാക്കിൽ ഇങ്ങനെ നിരന്നിരിക്കും. എന്നിട്ട് ബജാറിൽ കൊണ്ടുപോയി വിടും. എന്നിട്ട് അവിടെയുള്ള എല്ലാ കടകളിലും കയറി ചീപ്പായിട്ട് 2 രൂപക്കും 1 രൂപയ്ക്കും കിട്ടുന്ന സാധനമൊക്കെ വലിച്ചു കൂട്ടി. കാരണം നാട്ടിൽ പോകാനുള്ള സുരഭിക്കലാണ്. അങ്ങനെ വലിച്ചു കൂട്ടിയിട്ട് വന്നിട്ട് ആ സഞ്ചി കട്ടിൻ്റെ അടിയിൽ കണ്ടു പോകും. 10 മണിയാകുമ്പോൾ വണ്ടി പ്ലാസ തിയേറ്ററിൻ്റെ വരും. അതിലെല്ലാവരും കയറിയിട്ട് തിരിച്ചു വരും. പിറ്റന്നാ വീണ്ടും ജോലി.
ആ ജോലിക്ക് പോകുമ്പോൾ ആകെയുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ ഒരു വെള്ളിയാഴ്ച വരാണ്ട് ആ വെള്ളിയാഴ്ച ബജാറാകുമ്പോൾ വെച്ചാൽ ഒരു സാധനം കഴിക്കാം, ബജാർ കാണും. പിന്നെ നമ്മുടെ ജോലിയുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് മാറി, ആ ക്യാബിൽ നിന്ന് മാറി ഓഫീസിലേക്ക് വന്നു, ഓഫീസ് കാറ്റഗറി പൈ. അങ്ങനെ പിന്നെ ഇവിടെ ദുബായിൽ നമ്മുടെ ജോലി ഒരു 6 മാസം ഒരു പിന്നെ സീസണാണ്. തണുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സീസൺ കഴിഞ്ഞു പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക്, അതായത് നെതർലാൻഡ്, ഇറ്റലി, റോം, ദുബായ്, പിന്നെ ലണ്ടൻ എന്നുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കമ്പനി ചെലവിൽ അവരുടെ ഒരു ഡെലിഗേറ്റ് ആയിട്ട് നമ്മൾ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ ആ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം യാത്ര പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പണ്ട് കാലത്ത് കോളേജ് പഠിക്കുന്ന കാലത്ത് വീക്കെൻഡിൽ ഞാൻ എന്താ ചെയ്യുക, വരമ്പാട് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ചിറോത്ത് ബസ്, ആ ചിറോത്ത് ബസ്സിൽ കയറ്റി നേരെ തൃശ്ശൂർ കൊടുക്കും. അന്ന് ചിറോത്ത് ബസ്സിൽ മാത്രമേ പാട്ടുള്ളൂ. അങ്ങനത്തെ പാട്ടൊക്കെ അത്രയും പാട്ടുകളൊക്കെ കേട്ടിട്ട് ചിറോത്ത് ബസ്സിൽ തൃശ്ശൂർ വരെ പോയിട്ട് അവിടെ രാഗം തിയേറ്റർ നല്ലൊരു സിനിമ, തൊട്ടടുത്ത് യമുനയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺഗ്രസിലോ പോയിട്ട് നല്ല ഫുഡ് കഴിക്കും. തിരിച്ചു വന്നാൽ വീക്കെൻഡിൽ ഒരു ദിവസം കഴിക്കും. അങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരുപാട് യാത്ര ചെയ്തിട്ട് എൻജോയ് ചെയ്തതാണ് ആ കാലഘട്ടം. അപ്പോൾ ഇതുപോലെ തന്നെ ആ യാത്രകൾ അല്ലെങ്കിൽ അതേപോലെയുള്ള യാത്രകൾ ഇവരുടെ ആവശ്യങ്ങൾക്ക് ആ യാത്ര ഇഷ്ടപ്പെടുന്ന എനിക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമായിട്ട് കാണുന്ന ആ അനുഗ്രഹങ്ങൾ, ആ സന്തോഷങ്ങൾ എന്നോട് പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലേബർ ക്യാമ്പിലെ ആ ജീവിതവും അതുപോലെ തന്നെ ഈ പണ്ട് കാലത്ത് കോളേജ് കാലത്തിലുള്ള യാത്രാ ഘട്ടങ്ങളിലെ ജീവിതവും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള, എനിക്കൊക്കെ ലണ്ടനിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഫൈസൽ, റംസി, റസൽ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സ്റ്റുഡൻസും കൂടിയിട്ടാണ്. നമ്മളോട് ചെന്ന് കഴിഞ്ഞാൽ അവരെ നമ്മളെ ദത്തെടുത്ത് ലോകം മൊത്തം കൊണ്ടുപോകും. സ്കോട്ട്ലാൻഡിലൊക്കെ ട്രെയിനിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അതൊക്കെ നല്ല 3 കാലഘട്ടം പ്ലസ് ഇപ്പോഴത്തെ കാലഘട്ടം കൊറോണയ്ക്ക് ശേഷം ഒതുങ്ങി കൂടി കുടുംബവും പേരക്കുട്ടിയും കുറച്ച് അത്യാവശ്യം നല്ല രോഗങ്ങളും ഈ ജീവിതം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു നല്ല ഒരു അനുഭവങ്ങളെ വലിയ തമാശയോട് പറഞ്ഞത് മാത്രമേ, വലിയ കാര്യങ്ങളൊന്നുമില്ല. ബോറടിച്ചെങ്കിൽ സോറി. അപ്പോൾ എല്ലാവർക്കും സ്നേഹ നമസ്കാരം.